രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് സ്പെഷ്യൽ ആളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് മൂങ് ദാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. അപ്പൊ ദോശ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആളെ കണ്ടോളൂ. മൂങ് ദാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന അരച്ച് തലേദിവസം വെക്കേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ അരച്ച് അന്നേരം തന്നെ നമുക്ക് ദോശ ചുടാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ദോശയാണ്. എന്നും അരിദോശയും ഇഡലിയും ചപ്പാത്തിയും ഒക്കെ കഴിച്ചു മടുത്തു. അപ്പൊ പിന്നെ ഇന്ന് മൂങ് ദാൽ കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് ഏട്ടനാണ് പറഞ്ഞത്. അതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഋഷി കസേരയൊക്കെ ഇട്ട് വന്ന് നിപ്പുണ്ട്. എപ്പോഴും ഇങ്ങനെയാണ്. അവന്റെ കയ്യിലൊരു പാല് കവറുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അവനത് കടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. പാല് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഞാനത് കാണുന്നത്. ഇങ്ങനെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ വന്നു നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. ജോലിയെല്ലാം പെട്ടെന്ന് തീരുമല്ലോ എന്നുള്ളതല്ല, അവരുടെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് മറ്റൊരു സന്തോഷമാണ്. ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്കാണ് ദോശ ചുടുന്നത്. ഇപ്പൊ തന്നെ തിരിച്ചും പോണം. ചായയുടെ മണം പിടിച്ച് ചായക്ക് വേണ്ടി വാശി പിടിച്ച് കരയുന്നതാണ് കേട്ടോ. ചായക്ക് പകരം വെള്ളം കൊടുത്തു നോക്കി, പക്ഷെ ആൾക്ക് അത് പറ്റത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ മറ്റു പലതും കാണിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുത്താൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കണേ. ഋഷി ഇങ്ങനെ ഓരോ കാര്യത്തിന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നവന് കസേര കയറി നിന്ന് ഇതൊക്കെ കാണണം. കാന്നാ പറയുന്നേ, കാണിക്കാനേ. പാത്രം കഴുകുമ്പോഴായാലും നമ്മള് കറിക്കരിയുമ്പോഴും കറി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴും എല്ലാം ഇതുപോലെ വന്ന് കസേരയിൽ നിന്ന് കാണിക്കാൻ പറയും. നമ്മൾ അവനെ അന്നേരം എടുത്ത് നിന്ന് കാണിക്കണം. അപ്പൊ പിന്നെ നമുക്ക് ജോലിയൊന്നും നടക്കത്തില്ലല്ലോ. ഇങ്ങനെയാണ് ടൈം പോകുന്നതെല്ലാം. ഏട്ടൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. നല്ല ഹെൽത്തി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കഴിച്ചാലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.